മുൻമന്ത്രി വി ശിവൻകുട്ടിയുടെ ഗൺമാന്റെ ലൈംഗിക അതിക്രമ ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഗൺമാനായിരുന്ന പ്രജീഷാണ് KSRTC ബസ്സിനുള്ളിൽ പെൺകുട്ടിയോട് അശ്ലീലമായി പെരുമാറിയത്. മോശമായി പെരുമാറുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങളും പെൺകുട്ടി തന്നെ പകർത്തുകയായിരുന്നു. വിവരങ്ങളുമായി തലസ്ഥാനത്ത് നിന്നും വി വിനീഷ് ചേരുന്നു. മുൻ പൊതുവിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന വി ശിവൻകുട്ടിയുടെ ഗൺമാനാണ് ഇത്തരത്തിൽ KSRTC ബസ്സിനുള്ളിൽ പെരുമാറിയത്. പ്രജീഷ്, ഗൺമാൻ പ്രജീഷാണ് ഇത്തരം പ്രവൃത്തി നടത്തിയത്. എന്തായാലും പെൺകുട്ടിയോട് മോശമായി പെരുമാറിയതിന്റെ ദൃശ്യങ്ങൾ പെൺകുട്ടി തന്നെ വീഡിയോയിൽ പകർത്തുകയായിരുന്നു. വിനീഷ് ചേർന്നു. വിനീഷ്, ഈ ദൃശ്യങ്ങൾ പെൺകുട്ടി തന്നെയാണ് പുറത്തുവിട്ടത്. ഈ ഗൺമാനെതിരെ ഇപ്പോൾ നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? മുൻ ഗൺമാനാണ്, മുൻ മന്ത്രിയായിരുന്ന വി ശിവൻകുട്ടിയുടെ ഗൺമാനായിരുന്നു. പ്രജീഷിനെതിരെ ഏത് തരത്തിലുള്ള നടപടിയാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്? കൂടുതൽ വിവരങ്ങൾ. നിലവിൽ ഈ പെൺകുട്ടിക്ക് നേരെയുണ്ടായ ലൈംഗിക അതിക്രമവുമായി ബന്ധപ്പെട്ട് പെൺകുട്ടി തന്നെ ദൃശ്യങ്ങൾ എടുക്കുകയായിരുന്നു. തന്റെ മൊബൈൽ ഫോണിൽ എടുത്ത ദൃശ്യങ്ങൾ പിന്നീട് തന്റെ തന്നെ സമൂഹ മാധ്യമമായ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുകയായിരുന്നു. പിന്നീട് ഇയാളെ ആർക്ക് അറിയാം എന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ അതൊരു റീൽസ് ആയിട്ട് ഇടുന്ന സാഹചര്യമുണ്ടായി. അപ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയാകുന്നതും ആ ചർച്ചയാണ് ഇപ്പോൾ നമ്മുടെ അന്വേഷണത്തിൽ ഈ പെൺകുട്ടിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ബസ് യാത്രക്കിടയിലാണ് ഇത്തരത്തിലുള്ള ഒരു അതിക്രമം ഉണ്ടായിരിക്കുന്നത്. മുൻ മന്ത്രിയായിട്ടുള്ള വി ശിവൻകുട്ടിയുടെ ഗൺമാനാണ്. വർഷങ്ങളായി ശിവൻകുട്ടിയോടൊപ്പം ഉള്ള CPMന്റെ അടുത്ത പ്രവർത്തകനും CPM അനുയായി കൂടിയാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ. ഈ പോലീസ് ഉദ്യോഗസ്ഥൻ നിലവിൽ ഇപ്പോൾ UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്, നിലവിലെ സാഹചര്യത്തിൽ അറിയാൻ സാധിച്ചിട്ടുള്ളത് അദ്ദേഹം തിരിച്ച് AR ക്യാമ്പിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട് എന്ന് സംബന്ധിച്ചുള്ള കാര്യമാണ്. എന്തായാലും KSRTC ബസ്സിലാണ് മുൻമന്ത്രി വി ശിവൻകുട്ടിയുടെ ഗൺമാനായിരുന്ന പ്രജീഷ് പെൺകുട്ടിയോട് മോശമായി പെരുമാറിയത്. ഇതേ തുടർന്ന് പെൺകുട്ടി തന്നെയാണ് ഈ വീഡിയോ ദൃശ്യങ്ങൾ സ്വന്തം മൊബൈലിൽ പകർത്തിയ സമൂഹ മാധ്യമങ്ങളിൽ ഇട്ടത്. അതോടെയാണ് പ്രജീഷിനെ തിരിച്ചറിയുന്നത്. മുൻമന്ത്രിയുടെ ഗൺമാൻ കൂടിയാണ് ഇദ്ദേഹം. എന്തായാലും ഇക്കാര്യത്തിൽ പെൺകുട്ടി പരാതിയുമായി രംഗത്ത് വന്നതോടുകൂടി ഈ പ്രജീഷിനെതിരെ നടപടി ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതകളും ഇപ്പോൾ ഉരുത്തിരിഞ്ഞിരിക്കുകയാണ്. മുൻ മന്ത്രിയുടെ ഗൺമാനും അത് മാത്രമല്ല CPMന്റെ അടുപ്പക്കാരനുമാണ് പ്രജീഷ് എന്ന് പറയുന്ന ഈ വ്യക്തിക്കെതിരെയാണ് പെൺകുട്ടി ഇപ്പോൾ കൃത്യമായ ദൃശ്യങ്ങളടക്കം സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്നും വി വിനീഷ്. വിനീഷ്, ഈ പരാതിയെ തുടർന്ന് അല്ലെങ്കിൽ ഇത് മുൻ ഗൺമാനെ തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് എന്ത് നടപടിയാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്? വിനീഷ്, തുടരാം. സാധിച്ചത് ഈ പെൺകുട്ടിക്ക് കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ഈ പെൺകുട്ടിക്ക് നേരെയുള്ള അതിക്രമം ഉണ്ടായിരിക്കുന്നത്. ഈ അതിക്രമത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇത്തരത്തിൽ തന്നെയാണ്. ഈ പെൺകുട്ടിക്ക് നേരെ ഈ ബസ് യാത്ര ചെയ്യുന്നതിനിടെ ഈ പെൺകുട്ടിയുടെ പിൻ സീറ്റിലിരുന്ന ഇയാൾ ഈ പെൺകുട്ടിയുടെ പിൻ സീറ്റിലിരുന്ന ഇയാൾ ഈ പിൻ സീറ്റിലൂടെ കൈ ഈ പെൺകുട്ടിയുടെ ശരീരത്തിലേക്ക് സ്പർശിക്കാൻ ശ്രമിക്കുന്ന ആ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുമ്പോൾ കൃത്യമായി തന്നെ മനസ്സിലാകും. ഈ പെൺകുട്ടി ഇരിക്കുന്നതിൻ്റെ പുറകിലെ സീറ്റിലാണ് ഈ മുൻ മന്ത്രി വി ശിവൻകുട്ടിയുടെ ഗൺമാനായ പ്രജീഷ് ഇരിക്കുന്നത്. പ്രജീഷ് നിലവിൽ ഇപ്പോൾ AR ക്യാമ്പിലാണ് ഉള്ളത് എന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഈ പ്രജീഷ് ഈ പെൺകുട്ടിയുടെ ഈ സീറ്റിനിടയിൽ കൂടി ലൈംഗിക അതിക്രമം ഈ പെൺകുട്ടിയുടെ ശരീരഭാഗത്തേക്ക് കടന്ന് പിടിക്കാൻ ശ്രമിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നിലവിൽ ഇതുവരെയും ഇയാൾക്കെതിരെ യാതൊരു വിധമായ നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. നിലവിൽ പെൺകുട്ടി പരാതിപ്പെട്ടിട്ടില്ല. തൻ്റെ ഇൻസ്റ്റാഗ്രാമിലാണ് ഇത്തരത്തിൽ ഇയാളെ അറിയുമോ എന്ന് ചോദിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ചെയ്യുകയായിരുന്നു. ആ പോസ്റ്റ് ചെയ്യുന്ന സമയത്താണ് ഈ ദൃശ്യങ്ങൾ പുറത്തു വരികയും സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയാവുകയും ചെയ്യുന്നത്. എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ ഈ പ്രജീഷിനെതിരെ നടപടി ഉണ്ടായിട്ടില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രജീഷിനെ സംബന്ധിച്ചിടത്തോളം സജീവ CPM പ്രവർത്തകനാണ്. പോലീസ് ഉദ്യോഗസ്ഥനാണെങ്കിൽ പോലും സജീവമായി CPM പ്രവർത്തകനായി പ്രവർത്തിച്ചത് കൊണ്ട് തന്നെയാണ് നിലവിലെ മുൻകാലങ്ങളിലൊക്കെ തന്നെ CPM അധികാരത്തിലിരുന്ന സമയത്ത് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ പൂർണ്ണമായും
CPM-ന്റെ ഉന്നത നേതാക്കളുമായി മന്ത്രിമാരുമായി അടുത്ത ബന്ധം പുലർത്തുന്ന പ്രജീഷ് കഴിഞ്ഞ കുറേ കാലമായി കഴിഞ്ഞ 10 വർഷത്തോളം ശിവൻകുട്ടിയോടൊപ്പമായിരുന്നു. മുൻ മന്ത്രി ശിവൻകുട്ടിയായിരുന്ന ഘട്ടത്തിൽ പോലും മന്ത്രിയുടെ ഗൺമാനായി നിന്നിരുന്നതും പ്രജീഷാണ്. അങ്ങനെ സജീവമായി പ്രജീഷ് ഇത്തരത്തിൽ മുൻ മന്ത്രി വി ശിവൻകുട്ടിയുമായി ഇടപെടുകയും ചെയ്യുന്ന വ്യക്തിത്വമാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ട് പ്രജീഷിനെതിരെ ഇപ്പോഴത്തെ ഘട്ടത്തിൽ നടപടി ഉണ്ടാക്കാത്തത് എന്നതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും ആ പെൺകുട്ടി ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ കൃത്യമായി കാണുമ്പോൾ മനസ്സിലാക്കുന്നത് ഇത്തരത്തിലാണ്. നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഈ പെൺകുട്ടിയുടെ പിൻഭാഗത്ത് ഇരിക്കുന്ന പ്രജീഷ് സീറ്റിനിടയിൽ കൂടി മുൻഭാഗത്തിരിക്കുന്ന പെൺകുട്ടിയുടെ സീറ്റിനിടയിൽ കൈയിട്ട് ആ പെൺകുട്ടിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തുന്നതാണ്. ആ പെൺകുട്ടിയെ കയറി പിടിക്കാൻ ശ്രമിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ആ ദൃശ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പെൺകുട്ടി തന്നെയാണ് തൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഇത് പോസ്റ്റ് ചെയ്യുന്നതും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങൾ ചർച്ചയായിട്ടുള്ളതും. പെൺകുട്ടിയെ നമ്മൾ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു, പക്ഷേ ഇപ്പോഴും ഫോണിൽ സംസാരിക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷേ നിലവിൽ പെൺകുട്ടി പരാതികളിലൊന്നും നൽകിയിട്ടില്ല എന്നതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്തു നിന്നാണ്, സുരക്ഷ ഉറപ്പാക്കേണ്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിലുള്ള ഒരു ലൈംഗിക അതിക്രമം നടന്നിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായിരുന്നാലും ഉന്നത രാഷ്ട്രീയ സ്വാധീനമുള്ള ഈ പ്രജീഷിനെതിരെ വരും മണിക്കൂറുകളിൽ നടപടി ഉണ്ടാകുമോ എന്നത് നമുക്ക് നോക്കി തന്നെ കാണേണ്ടിയിരിക്കുന്നു.